ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. SUT ഹോസ്പിറ്റൽ പട്ടത്ത് വാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ കൺസൾട്ടൻറ്റും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് രക്തധമനി രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ രക്തധമനി രോഗങ്ങളുടെ സാധാരണ കാണുന്ന അസുഖ ലക്ഷണങ്ങൾ എന്താണ്, അതിനുള്ള ചികിത്സ സാധാരണയായി എന്താണ് ചെയ്തു വരുന്നത്. രക്തധമനികളെ ശുദ്ധരക്തധമനികളിൽ നിന്നും അശുദ്ധ രക്തധമനികളിൽ നിന്നും തിരിക്കാം. രക്തം എല്ലാ കശേരുക്കൾക്കും എല്ലാ സെൽസിനും ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം മഹാധമനി വഴിയും തുടർന്ന് ഓരോ അവയവത്തിലേക്കുള്ള ശുദ്ധരക്തക്കുള്ളിലേക്കുമാണ് എത്തിച്ചേരുന്നത്. അതിനുശേഷം ഓക്സിജൻ, ഹോർമോൺസ്, പിന്നെ ധാതുക്കൾ, ലവണങ്ങൾ, ഗ്ലൂക്കോസ് ഇതെല്ലാം ആവശ്യമായി ഓരോ കശേരിനും സെൽസിനും എടുത്തതിന് ശേഷം അശുദ്ധ രക്തം എന്ന് വിളിക്കാം. അശുദ്ധ രക്തം പ്രത്യേകിച്ച് ഓക്സിജൻ ജീവിതം നിലനിർത്താനായിട്ട് 3, 4, 5 മിനിറ്റിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം ഇല്ലാതിരുന്നാൽ. അത് കാർബൺ ഡൈ ഓക്സൈഡായി സെല്ലിൽ നിന്ന് തിരിച്ചെത്തി ഹൃദയത്തിലേക്ക് തിരിച്ച് ശുദ്ധീകരിക്കാനായിട്ട് ശ്വാസകോശത്തിലെത്തുന്നു. കൂടുതലായും ശുദ്ധരക്തധമനി അസുഖങ്ങൾ പ്രായം ഏറിയ ആൾക്കാർക്കാണ്. 55 അല്ലെങ്കിൽ 65, 70 ആ വയസ്സിലാണ് സാധാരണ ഉണ്ടാവുന്നത്. പ്രധാനമായും അതെറോസ്ക്ലെറോസിസ് എന്ന രോഗമാണ്. ഈ രോഗത്തിൻ്റെ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന അധിക ഭക്ഷണം കൊളസ്ട്രോളും കൊഴുപ്പുമായി ശുദ്ധരക്തക്കുഴൽ അടിഞ്ഞുകൂടുകയും അതാത് രക്തക്കുഴലിന് അനുസരിച്ച് അവയവങ്ങൾക്ക് പ്രവർത്തനത്തിന് പ്രശ്നമുണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഈ അസുഖം അതെറോസ്ക്ലെറോസിസ് ശരീരത്തിലെ പല രക്തക്കുഴലുകൾക്കും ഉണ്ടാവാം. പല ഗ്രേഡിങ്ങിലോ പല രീതിയിലോ ഉണ്ടാവാം. ചിലപ്പോൾ ഒരു രോഗിക്ക് 2-3 അവയവങ്ങളുടെ പ്രവർത്തനം, കൈയിലേക്കുള്ള രക്തക്കുഴൽ തടസ്സം, കാലിലേക്കുള്ളത്, ഹൃദയത്തിലേക്കുള്ളത്, വൃക്കയിലേക്കുള്ളത് വരാം. പക്ഷേ ഏതെങ്കിലും ഒന്നായിരിക്കും കൂടുതലായിട്ട് വരിക. സാധാരണ കാണുന്നത് ഹൃദയാഘാതമാണ്. പലരും കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന ചെറിയ ഹൃദയത്തിലേക്ക് പോകുന്ന കൊഴുപ്പ് അമിഞ്ഞുകൂടി പെട്ടെന്ന് അടഞ്ഞു പോയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. അത് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് ചികിത്സിച്ചെങ്കിൽ രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. അതൊരു മരണകാരണമാണ്. പിന്നെ അതുകൂടാതെ തലച്ചോറിലേക്ക് പോകുന്ന കരോട്ടിഡ്, കഴുത്തിലെ കരോട്ടിഡ് രക്തക്കുഴലുകൾ ഇതേമാതിരി കൊഴുപ്പ് അടിഞ്ഞുകൂടി കാരണം സ്ട്രോക്ക് ഉണ്ടാവാം. പിന്നെ അതിലും കൂടുതലായിട്ട് കാണുന്നത് കാലിലേക്കുള്ള രക്തോട്ടം. ഈ കാലിലേക്കുള്ള രക്തോട്ടം കുറേശ്ശെ ഒരു 50% കുറയുമ്പോൾ തന്നെ നമുക്ക് നടക്കുമ്പോൾ കാലിലേക്ക് മസിൽ പെയിൻ, നടക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെയും ചികിത്സയ്ക്ക് പോവുകയോ മരുന്ന് കഴിക്കുകയോ അതിന് വേണ്ട ഉപദേശം തേടുകയോ ചെയ്തില്ലെങ്കിൽ നമുക്ക് നടക്കുന്ന ദൂരം 1 കിലോമീറ്ററിൽ നിന്ന് 100 മീറ്റർ ആവാം. തുടർന്ന് വെറുതെ ഇരിക്കുമ്പോൾ വേദന വരാം, കാലിൽ വ്രണം വരാം, കളർ വ്യത്യാസം വരാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നീട് ഈ കാൽ തന്നെ നഷ്ടപ്പെടാനൊരവസ്ഥ ഉണ്ടാവാം. അതുകൊണ്ട് ഞങ്ങൾ ഈ ഹൃദയ സംബന്ധമായിട്ട് കാർഡിയാക് സർജൻസാണ് ചികിത്സിക്കുന്നത്. ഈ പക്ഷാഘാതം വരാതിരിക്കാൻ കരോട്ടിഡ് ആർട്ടറി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കാലിലേക്കുള്ള രക്തോട്ടം കൂട്ടാനായിട്ട് ഞങ്ങൾ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. അത് വയറ് തുറന്നിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഒടി ഭാഗത്തുനിന്നുള്ളതാവാം. അതുകൂടാതെ ഇപ്പോൾ വാസ്കുലർ സർജറി എന്ന് പറഞ്ഞാൽ സർജറി മാത്രമല്ല, വാസ്കുലർ മെഡിസിൻ ഉണ്ട്, മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയുണ്ട്. നല്ല മരുന്നുകളുണ്ട്, ബ്ലഡ് തിന്നേഴ്സ് ഉണ്ട്, കൊഴുപ്പിൻ്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. അതുകൂടാതെ കീ ഹോൾ സർജറിയുമുണ്ട്. വലിയ ഓപ്പറേഷൻ ചെയ്യാതെ കീ ഹോളിൽ ചെയ്യാൻ പറ്റും. ഇവയെല്ലാം കൂടാതെ മഹാധമനിക്ക് നെഞ്ചിനകത്തോ വയറിനകത്തോ വികാസം വരികയും അത് ബലൂൺ മാതിരി വികസിക്കുകയും പെട്ടെന്ന് അത് കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ രോഗിക്ക് അതിൽ ലീക്കോ ക്രാക്കോ വന്ന് അപകടം സംഭവിക്കാൻ വരെ കാരണങ്ങളുണ്ട്. ഇത്രയുമാണ് ശുദ്ധരക്തക്കുഴലുകളുടെ സാധാരണ കാണുന്ന അസുഖങ്ങൾ. പിന്നെ അശുദ്ധ രക്തക്കുഴലുകളുടെ അസുഖമാണ്. അശുദ്ധ രക്തക്കുഴലുടെ അസുഖങ്ങൾ പ്രധാനമായും 2ആയി തിരിക്കാം. ചെറിയ വേറെ അസുഖങ്ങളുണ്ടെങ്കിൽ തന്നെ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്, മനുഷ്യൻ 2 കാലിൽ നടക്കുകയാണ്. അതുകൊണ്ട് ആ ഗ്രാവിറ്റിയും പിന്നെ ഉള്ളിലേക്ക് പോകുന്ന രക്തങ്ങളുടെ ഡീപ്പ് വെയിൻസിൻ്റെ ആ വാൽവിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. അതിന് ഇപ്പോൾ കീ ഹോൾ സർജറി ഉണ്ട്, ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നീട് വരുന്നത് ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത രോഗികൾക്ക് വരുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, വെയിനിലുള്ള അശുദ്ധ രക്തക്കുഴൽ. അശുദ്ധ രക്തക്കുഴലിലെ പ്രഷർ സാധാരണയായി 6-8 മില്ലിമീറ്ററാണ്.
നമ്മുടെ കയ്യിലെ ബ്ലഡ് പ്രഷർ ശുദ്ധരക്തക്കുള്ളിൽ 120-140. അപ്പോൾ അത്രയും കുറവ് പ്രഷർ ഉള്ളപ്പോൾ രക്തം കട്ടപിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇത് സാധാരണയായി സ്ട്രോക്കായി കിടക്കുന്നവർ, അസുഖമായി കിടക്കുന്നവർ, കൂടുതലായിട്ട് ഓപ്പറേഷൻ, പ്രത്യേകിച്ച് ക്യാൻസർ എന്നിവ അസുഖത്തിന് ഓപ്പറേഷൻ ചെയ്തവർ, ഇവർക്കെല്ലാം ഉണ്ടാവും. ഇത് ഹോസ്പിറ്റൽ വരുന്ന രോഗികളെ ഹോസ്പിറ്റൽ ചികിത്സയോടനുബന്ധമായി വരുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഫിസിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ഈ ബ്ലഡ് തിന്നർ ഇഞ്ചക്ഷനുമുണ്ട്. അതെല്ലാം എടുത്ത് പ്രിവെൻറ്റീവ് ടെക്നിക്ക് ഉപയോഗിച്ചാൽ തീർച്ചയായും ഈ DVT 95% വരാതെ നോക്കാം. താങ്ക് യു വെരി മച്ച്.